نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക നമ്മുടെ ഈമാനിന്റെ കാര്യത്തെക്കുറിച്ച് ഗൗരവത്തിൽ ചിന്തിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസുകളിലൂടെയും നമ്മെ അറിയിച്ചിട്ടുള്ള കാര്യമാണ് ഈമാൻ എന്നത് കൂടുകയും കുറയുകയും ചെയ്യുന്നതാണ് ഈമാൻ വർദ്ധിക്കും സലഫുകൾ പറഞ്ഞതുപോലെ പർവ്വത സമാനം അല്ലെങ്കിൽ അതിനേക്കാൾ ഉപരി ഈമാൻ കുറയും ഒരു ധൂളി പോലും ഇല്ലാത്ത രീതിയിൽ കുറയുകയും ചെയ്യും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള അനുസരണം കൊണ്ടാണ് ഒരാളുടെ ഈമാൻ വർദ്ധിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കുന്ന അനുസരണക്കേടും ധിക്കാരം കൊണ്ടാണ് ഒരാളുടെ ഈമാനിൽ കുറവ് സംഭവിക്കുക നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലിയസ്ദാദു ഈമാനൻ മഅ ഈമാനിഹിം അവരുടെ ഈമാനിനോട് കൂടി വീണ്ടും ഈമാൻ വർദ്ധിക്കാൻ വേണ്ടി ഈമാൻ വർദ്ധിക്കുമെന്ന് അല്ലാഹു തആല അറിയിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ പറയുകയുണ്ടായി ഇന്നൽ ഈമാന ലയഖ്ലുഖു ഫീ ജൗഫി അഹദികും കമാ യഖ്ലുഖു الثوب ഈമാൻ എന്നുള്ളത് നിങ്ങളുടെ ഖൽബിനുള്ളിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈമാൻ ഒരു വസ്ത്രം നുരുമ്പിപ്പോകുന്നത് പോലെ വസ്ത്രം ദ്രവിച്ച് നുരുമ്പിപ്പോകുന്നത് പോലെ നിങ്ങളുടെ ഈമാൻ നുരുമ്പിപ്പോകും അത് പൊടിയായി തീരുന്ന അവസ്ഥയിൽ ആയിത്തീരും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഫസ്അലുല്ലാഹ് അയ്യുജദ്ദിദൽ ഈമാൻ ഫീ ഖുലൂബികും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ തേടുക നിങ്ങൾ ചോദിക്കുക നിങ്ങളുടെ ഖൽബിലുള്ള ഈമാൻ അത് പുതുക്കാൻ വേണ്ടി അത് പുതുക്കി ലഭിക്കാൻ വേണ്ടി സഹോദരങ്ങളെ നാം നമ്മുടെ ജീവിതത്തിലേക്ക് ആലോചിക്കുക അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടും പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും മരണചിന്ത കൊണ്ടും ദീനിന്റെ ബോധം കൊണ്ടുമെല്ലാം ഈമാനിന്റെ ഉന്നതിയിലെത്തിയ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ടാകും പിന്നീട് പല കാരണങ്ങൾ ഗഫലത്തിന്റെ അശ്രദ്ധയിൽ മുഴുകിപ്പോയതിന്റെ കാരണങ്ങളാൽ പലപ്പോഴും ഈമാനിന്റെ കുറവ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കുക എന്നുള്ളത് മറ്റെന്ത് വർദ്ധിക്കുന്നതിനേക്കാളും മഹത്തരമായിട്ടുള്ള കാര്യമാണ് ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നതിലൂടെയാണ് അവന്റെ ഖൽബിന് വിശാലത ലഭിക്കുക അവന്റെ ഖൽബിന് മനസ്സിന് സമാധാനമുണ്ടാവുക അവന്റെ ജീവിതം ഏറ്റവും വിശിഷ്ടമായി തീരുക അതുകൊണ്ട് തന്നെ ഈമാൻ വർദ്ധിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നാം മനസ്സിലാക്കണം ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പ്രാധാന്യമുള്ളതും നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ടതുമായ കാര്യം വിശുദ്ധ ഖുർആനാണ് ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നോക്കൂ വഇദാ മാ ഉൻസിലത് സൂറത്തുൻ ഫമിൻഹും മൻ യഖൂൽ അയ്യുകും സാദത്ഹു ഹാദിഹി ഈമാന വിശുദ്ധ ഖുർആനിൽ ഒരു ഖുർആൻ സൂറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആയത്തുകളോ മറ്റോ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരിൽ ചില ആളുകൾ ചോദിക്കും ആർക്കാണ് ഇതുകൊണ്ട് ഈമാൻ വർദ്ധിച്ചത് ആർക്കാണ് ഈ ആയത്തുകൾ കേട്ടിട്ട് ഈമാൻ വർദ്ധിച്ചത് ഫഅമ്മല്ലദീന ആമനു എന്നാൽ യഥാർത്ഥ വിശ്വാസികൾ ഫസാദത്തുഹും ഈമാനൻ വഹും യസ്തബ്ശിറൂൻ അവരുടെ ഈമാനത വർദ്ധിക്കുന്നു അവരേറ്റവും സന്തോഷമുള്ള ഏറ്റവും നല്ല അനുഗ്രഹമുള്ള രീതിയിൽ അവരായിത്തീരുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്താലും അള്ളാഹുവിന്റെ ഔദാര്യത്താലും അതുകൊണ്ട് സഹോദരങ്ങളെ ഖുർആൻ കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ് ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഈമാൻ വർദ്ധിക്കാൻ ഏറ്റവും ഒന്നാമതായിട്ടുള്ള കാരണമാണ്
ഇനി സഹോദരങ്ങളെ, ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിൽ നമുക്ക് ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കാനുള്ള കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചിലത്, ഒന്നാമത്തേത് സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമാണ് ഖുർആൻ എന്നുള്ള ഉറച്ച വിശ്വാസമാണ്. ആകാശഭൂമികളെ 6 ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും അർശിന് മേൽ ഇസ്തിവാ ചെയ്യുകയും ചെയ്ത നമ്മുടെ റബ്ബായ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്, കലാമാണ് വിശുദ്ധ ഖുർആൻ എന്നുള്ളത് ദൃഢമായ വിശ്വാസം നമുക്ക് വേണം. നമ്മുടെ മുസ്ഹഫുകളുള്ളതും നാം പാരായണം ചെയ്യുന്നതും അല്ലാഹുവിന്റെ കലാമാണ് എന്നുള്ളത്. നോക്കൂ, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, وَإِنَّ أَحَدٌ مِّنَ الْمُشْرِكِينَ اسْتَجَارَكَ فَأَجِرْهُ حَتَّى يَسْمَعَ كَلَامَ اللَّهِ. മുശ്രിക്കീങ്ങളിൽ ആരെങ്കിലും യുദ്ധസന്ദർഭത്തിലെങ്ങാനും നിങ്ങളുടെ അടുക്കൽ അഭയം തേടി വരികയാണെങ്കിൽ അള്ളാഹുവിന്റെ കലാം കേൾക്കാൻ വേണ്ടി, അഥവാ വിശുദ്ധ ഖുർആൻ കേൾക്കാൻ വേണ്ടി ആ ഒരു സമയപരിധിയിൽ നിങ്ങൾ അവർക്ക് അഭയം നൽകണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. ഇവിടെ നോക്കൂ, ഖുർആനിനെ അല്ലാഹു പറഞ്ഞത് കലാമുല്ലാഹ് എന്നുള്ളതാണ്. ഈ ദുനിയാവിൽ എത്ര ആളുകളാണ് അവരുടെ രാജാവിന്റെ, അവരുടെ നേതാക്കന്മാരുടെ വാക്കുകൾക്ക് ആദരവും ബഹുമാനവും കൊടുക്കുന്നത്. എന്നാൽ മുഅ്മിനീങ്ങളെ നോക്കൂ, അവരതാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കിനെ, അല്ലാഹുവിന്റെ കലാമിനെ ഏറ്റവും നല്ല രീതിയിൽ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണെന്ന് ദൃഢമായി വിശ്വസിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് സഹോദരങ്ങളെ, ഖുർആൻ കൊണ്ട് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള മറ്റൊരു രീതി ഖുർആനിന്റെ ഖിറാഅത്താണ്, ഖുർആൻ പാരായണം ചെയ്യലാണ്. ഖുർആൻ എന്നത് തന്നെ പാരായണം ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ ഒരു കടമയായി, അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ശീലമായി കൊണ്ട് ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഒരു ദിവസം പോലും ഖുർആൻ പാരായണമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത്രയും കൃത്യമായി തന്നെ അത് നാം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നൽകുന്ന, നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലയിലും ബറക്കത്ത് ലഭിക്കുന്ന കാര്യമാണ് ഖുർആൻ പാരായണം എന്നുള്ളത്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഊ അൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലി അസ്ഹാബിഹി, അത് നാളെ പരലോകത്ത് എത്തുന്നത് ആ ഖുർആൻ പാരായണം ചെയ്ത ആളുകൾക്ക് ശുപാർശനായിക്കൊണ്ടായിരിക്കും. ഖുർആൻ അള്ളാഹുവിനോട് ശുപാർശ ചെയ്യും, അള്ളാഹുവെ എന്നെ പാരായണം ചെയ്യാൻ വേണ്ടി അവൻ ഉറക്കൊഴിവാക്കിയിട്ടുണ്ട്, അവൻ എന്നെ പാരായണം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ശുപാർശ അവന്റെ വിഷയത്തിൽ നീ സ്വീകരിക്കണമേ എന്ന്. മൂന്നാമത്തേത് സഹോദരങ്ങളെ, നാം ഖുർആൻ കൊണ്ട് ഈമാൻ വർദ്ധിക്കാൻ ചെയ്യേണ്ടത് ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ്. ഖുർആൻ കേൾക്കുക എന്നുള്ളത് മറ്റൊരാൾ പാരായണം ചെയ്യുന്നത് കേൾക്കുക എന്നുള്ളതാണ്. നോക്കൂ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഇറങ്ങിയപ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബികളെ കൊണ്ട് അത് പാരായണം ചെയ്യിപ്പിക്കുകയും അത് കേൾക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മറ്റു സഹാബികളെ പാരായണം അത്ര മാധുര്യമുള്ളതിനാൽ അത് കേട്ട് നിൽക്കാറുണ്ടായിരുന്നു അവിടുന്ന്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മൾ കേൾക്കണം. അത് നമ്മുടെ കാതുകളിലെത്തി, അത് ഖൽബിലെത്തുമ്പോൾ, അതിന്റെ മാധുര്യം നുകരുമ്പോൾ നമ്മുടെ ഈമാനിൽ അതിന്റെ വർധനവുണ്ടാകും. അല്ലാഹു തആല പറഞ്ഞു, നോക്കൂ, ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്ഹും ഈമാന. മുഅ്മിനീങ്ങൾ അവർ അല്ലാഹുവിന്റെ പേര് കേട്ടാൽ ഖൽബ് ഭയപ്പെടുന്നവരും, അതുപോലെ തന്നെ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടാൽ ഈമാനിൽ വർധന ഉണ്ടാവുന്നവരുമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഖുർആനിലൂടെ ഈമാനിൽ വർധനവ് ലഭിക്കാൻ നാം ചെയ്യേണ്ട അടുത്ത കാര്യമാണ് ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത്. ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത്, നമുക്ക് സാധിക്കുന്ന രീതിയിൽ, കഴിയുന്ന രീതിയിൽ ഖുർആൻ മനഃപ്പാഠമാക്കുക എന്നുള്ളത്, ആ മനഃപ്പാഠമാക്കിക്കൊണ്ട് ആ ഖുർആൻ നമ്മുടെ ഖൽബിൽ ഉണ്ടാവുക എന്നുള്ളത്, അത് പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ കാരണമാകുന്ന, അത് മുറാജിഅ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ വർധനവുണ്ടാവാൻ കാരണമാകുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോക്കൂ, مثل الذي يقرأ القرآن وهو حافظ له مع السفرة الكرام البررة. ആരാണോ ഖുർആൻ പാരായണം ചെയ്യുന്നത്, ഏതവസ്ഥയിൽ? അവൻ അതിനെ ഹിഫ്ളാക്കിയ അവസ്ഥയിൽ, അവൻ ഹിഫ്ളായ അവസ്ഥയിൽ ആരാണ് ഖുർആൻ പാരായണം ചെയ്യുന്നത്? അവൻ ഏറ്റവും പുണ്യവാന്മാരായിട്ടുള്ള ദൂതന്മാരുടെ ഒപ്പമാണ്, അഥവാ അത് മലക്കുകളുടെ കൂടെയാണ്, ആ ഉന്നതമായൊരു ദറജയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചിട്ടുണ്ട്. ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ളത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനുള്ള ഒരു കാരണമാണ്. അതുപോലെ സഹോദരങ്ങളെ, ഖുർആനിലൂടെ ഈമാനിന്റെ വർധന നേടാൻ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഖുർആനിന്റെ തദബ്ബുറാണ്, ഖുർആൻ ഉറ്റാലോചിക്കലാണ്.
ഖുർആനിന്റെ ആശയങ്ങളെ, അതിലുള്ള അഖ്ബാറുകൾ, അതിലുള്ള അറിയിപ്പുകളെ സത്യപ്പെടുത്തിക്കൊണ്ട് അതിലുള്ള തേട്ടങ്ങളെ, അത് കൽപ്പനകളാവട്ടെ വിരോധനങ്ങളാവട്ടെ യോജിച്ച രീതിയിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഖുർആനിന്റെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഉറ്റാലോചിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൽ വലിയ വർധനവുണ്ടാക്കുന്ന കാര്യമാണ്. അല്ലാഹു തആല പറഞ്ഞില്ലേ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർ ഖുർആനിനെ കുറിച്ച് തദബ്ബുറുള്ളവരാകുന്നില്ലേ, ഉറ്റാലോചിക്കുന്നില്ലേ? എന്തോ അവരുടെ കൽബിന് പൂട്ടുകളിട്ടിരിക്കുകയാണോ, പൂട്ടുകളിടപ്പെട്ടിരിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. അടുത്ത സഹോദരങ്ങളെ, ഖുർആനിലൂടെ നമ്മുടെ ഈമാനിൽ വർധനവ് ലഭിക്കാൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട, ഖുർആൻ ഇറങ്ങിയതിന്റെ ലക്ഷ്യമായിട്ടുള്ളത് അൽ അമലു ബിഹി, ഖുർആൻ കൊണ്ട് കർമ്മം ചെയ്യുക, അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അഥവാ അതിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതിന്റെ വിരോധനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കുക. അങ്ങനെ ആ ഖുർആനിനെ നമ്മുടെ ജീവിതമാക്കി മാറ്റുക, നമ്മുടെ സ്വഭാവമാക്കി മാറ്റുക, നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റുക. അതില്ലെങ്കിൽ അതുകൊണ്ട് ആ കർമ്മം ചെയ്യുന്ന ആളുകളായി തീരുക. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇത്തബിഉ മാ ഉൻസില ഇലൈക്കും മിൻ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്താണോ ഇറക്കപ്പെട്ടത് അത് നിങ്ങൾ പിൻപറ്റുക. നിങ്ങളുടെ റബ്ബിൽ നിന്ന് എന്താണോ ഇറക്കപ്പെട്ടത് നിങ്ങൾ പിൻപറ്റുക. അഥവാ ഈ നിങ്ങൾ മുറുകെ പിടിക്കുകയും അതിനെ പിൻപറ്റുകയും ചെയ്യുക എന്നുള്ളത്. സഹോദരങ്ങളെ, ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുന്നതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നുള്ളത്. കാരണം ഈ ഒരു ആയത്തിനെ ഖുർആനിലുള്ളതായി കൊണ്ട് ബന്ധിപ്പിച്ചുകൊണ്ട് സലഫുകൾ പറഞ്ഞു, ഈ ഒരു ആയത്ത് ഖുർആനിന്റെ കൽപ്പനകളിൽ പെട്ടതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ എന്ന് അറിയിച്ച ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. എന്താണോ അള്ളാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, എന്താണോ അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ചത് അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യുക. അഥവാ അത് ഖുർആനിനെ കൊണ്ട് ഈമാൻ വർദ്ധിക്കുന്നതിൽ പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ മുറുകെ പിടിക്കുക എന്നുള്ളതും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഖുർആൻ കൊണ്ട് നിങ്ങളുടെ ഈമാനിനെ പുതുക്കുക, നുരുമ്പിപ്പോകുന്ന ഈമാനിനെ വീണ്ടും നന്നാക്കിയെടുക്കുക. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് ദൃഢമായ വിശ്വാസം നമുക്കുണ്ടാവുക. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക, ഖുർആൻ കേൾക്കുക, അതുപോലെ ഖുർആൻ ഹിഫ്വാക്കുക, ഖുർആൻ തദബ്ബുർ ചെയ്യുക, ആ ഖുർആൻ കൊണ്ട് അമൽ ചെയ്യുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده. عباد الله اتقوا الله. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല കലാമായ വിശുദ്ധ ഖുർആൻ, ആ ഖുർആനുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ഈമാനിന്റെ വർധനവിന് ഏറ്റവും പ്രധാനമായി നമുക്കുണ്ടാകേണ്ട കാര്യം. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സ്വഹാബികളെ തർബിയത്ത് ചെയ്തത്. ഖുർആൻ അവരുടെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഹീന്റെ അടിസ്ഥാനത്തിൽ ഈമാൻ ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, തൗഹീദ് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം പഠിപ്പിച്ചു കൊടുത്തു, പരലോകത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ കുറിച്ച് അറിയിച്ചു കൊടുത്തു, നരകത്തിലെ ശിക്ഷകളെ കുറിച്ച് താക്കീത് ചെയ്തു. അങ്ങനെ ഓരോ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് ഈമാനിന്റെ അടിസ്ഥാനങ്ങളും യാഥാർത്ഥ്യങ്ങളും അവരുടെ ഖൽബിൽ എത്തിച്ചതിന് ശേഷം ഖുർആൻ ഓതിക്കൊടുത്ത് ആ ഈമാനിൽ വർധനവുണ്ടാക്കി. നോക്കൂ, സഹാബികളിൽ ജുൻദുബ് ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു വാക്ക് കാണാം, كنا مع النبي صلى الله عليه وسلم ونحن فتيان حذابرة. ഞങ്ങൾ പ്രായപൂർത്തിയുടെ ആ പ്രായത്തിലെത്തിയ ചെറുപ്പക്കാരായിരുന്ന യുവാക്കളായിരുന്ന ആ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ഉണ്ടായിരുന്നു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലഘട്ടത്തിൽ യുവാക്കളായി ചെറുപ്പക്കാരായിട്ടുണ്ടായിരുന്ന ആളുകളാണ്. എന്നിട്ട് ആ സ്വഹാബി പറയുകയാണ്, ഫതഅല്ലംന ഈമാൻ ഖബ്ല അൻ നതഅല്ലമ അൽ ഖുർആൻ. ഖുർആൻ പഠിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ഈമാൻ പഠിച്ചു. ثم تعلمنا القرآن فازددنا به إيمانا. പിന്നീട് ഞങ്ങൾ ഖുർആൻ പഠിച്ചു, ആ ഖുർആൻ കൊണ്ട് ഞങ്ങളുടെ ഈമാനിൽ വർധനവുണ്ടായി എന്നുള്ളത്. അതേ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ ഖുർആൻ കൊണ്ട് അവരെ ഈമാൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തത്തിലും നമ്മുടെ മക്കളിലുമെല്ലാം ഈമാനിന്റെ അടിസ്ഥാനങ്ങൾ, ഈമാനിന്റെ യാഥാർത്ഥ്യങ്ങൾ, തൗഹീദ്, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ഇഷ്ടം, അതുപോലെയുള്ള പരലോകത്തെക്കുറിച്ചുള്ള ബോധം, യാഥാർത്ഥ്യം, ഇത് പഠിപ്പിക്കുകയും പിന്നീട് ഖുർആനിന്റെ ആയത്തുകളിലൂടെ അതിനെ തഫ്സീലിയായിക്കൊണ്ട്, അതിനെ വിശദമായിക്കൊണ്ട് അവരെ ഈമാൻ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ അതിനെ പഠിപ്പിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ ഈമാൻ കണ്ടെത്തുന്ന, ഈമാൻ വർദ്ധിപ്പിച്ചെടുക്കുന്ന യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്
الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.